നാളത്തെ ദിവസം തുടങ്ങുന്നത് തലേന്ന് വൈകുന്നേരം മുതലാണെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നാളത്തേക്കിനുള്ള പ്രിപ്പറേഷൻസ് ഞാൻ ഇന്നേ കുറച്ച് ചെയ്ത് വെച്ചിട്ടാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഒരു പരിപ്പ് കറിയും ഒരു പടവലങ്ങ തോരനുമാണ് കേട്ടോ എൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. മക്കളവിടെ പഠിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പരിപ്പ് കറി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ചീരയുടെ ഇലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ തോരനാക്കി എടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പരിപ്പ് കറിക്കകത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ കറിക്കൊപ്പം അതങ്ങ് കൂട്ടിക്കോളും. പിന്നെ പടവലങ്ങ എല്ലാം ഒന്ന് ഞാൻ വൃത്തിയാക്കി തോരൻ അരിയാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് കൊത്തി അരിഞ്ഞെടുത്തപ്പോഴത്തേക്കിന് കുറച്ച് അളവ് കുറവുള്ളതുപോലെ തോന്നിയേ. പിന്നെ ഞാൻ തോരനൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് 1-2 മുട്ടയും കൂടെ ഇട്ട് ഒന്ന് ചിക്കി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പടവലങ്ങയും മുട്ടയും കൂടെ ഉള്ള തോരനും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പൊറിക്കകത്തോട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർത്തു, കടുകും വറുത്ത് റെഡിയാക്കി കുക്കർ അടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം നേരത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സിങ്കും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കും. അപ്പം നേണ്ട പടവലങ്ങാത്തോരനും കറിയും റെഡിയായി. ഇനിയിപ്പം ചായയും കൂടെ കുടിച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പം നമുക്ക് ഫ്രോസൺ ചക്കയും കൊണ്ടുള്ള ഇലയട ഇവിടെ കിട്ടുമേ, അത് മേടിച്ചു. മൈക്രോവേവ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ അതും റെഡിയാക്കി കിട്ടും. എനിക്ക് വലിയ താല്പര്യമില്ല, ഇവിടെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരത് ചൂടാക്കി കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പം ഡ്യൂട്ടിക്ക് ഉള്ള സമയമാണ്. അപ്പോൾ അടുത്ത വിശേഷമായി കാണും വരെ ബൈ ബൈ.